My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 222ാമത്തെ എപ്പിസോഡിൽ കാലിബൈക്രോമിക്കം എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സും അതിൻ്റെ മൊഡാലിറ്റീസും ഒക്കെയാണ് കെൻറ്റ് വിശദീകരിക്കുന്നത്. മുഖം, വായ, തൊണ്ട, വയറ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ശ്രദ്ധേയമായ പല ലക്ഷണങ്ങളും പറയുന്നുണ്ട്. ചില ആവേർഷൻസ്, ക്രേവിങ്സ്, മാംസത്തോട് വിരക്തിയും ബിയറിനോട് വലിയ ആസക്തി, ബിയർ കുടിയന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ കാലിബൈക്രോമിക്കം ഉപകരിക്കും എന്നതിനെക്കുറിച്ച്, വയറ്റിലുണ്ടാകുന്ന അർബുദത്തിൻ്റെ വേദനയ്ക്ക് എങ്ങനെ ഇത് പാലിയേറ്റീവ് ആകും എന്നതിനെക്കുറിച്ച്, എങ്ങനെ വളരെ മോശമായ ചില സിഫിലിറ്റിക് കണ്ടീഷൻസിൽ കാലിബൈക്രോമിക്കം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്നതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കവ വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ദ ബോൺസ് ഓഫ് ദ ഫേസ് ആർ ഓഫൺ വെരി സോർ വിത്ത് ഷൂട്ടിംഗ് പെയിൻസ് ഇൻ ദ മെയിലർ ബോൺസ്. മുഖത്തെ എല്ലുകൾ പലപ്പോഴും വേദന ഉണ്ടാക്കും. വിശേഷം 2 കവിളലുകളിൽ ഷൂട്ടിംഗ് പെയിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പെയിൻസ് ഇൻ ദ മെയിലർ ബോൺസ് ഓൺ കോഫിംഗ്, ചുമക്കുമ്പോൾ കവിളലുകളിൽ വേദന. വിത്ത് ദ കാറ്ററക് കണ്ടീഷൻസ് ദർ ഈസ് മച്ച് സഫറിങ് ഫ്രം ദ മെയിലർ ബോൺസ്. ഈ കവിളലുകളിൽ കാറ്ററക് കണ്ടീഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സഹനങ്ങളുണ്ട്. അതിനോട് സാദൃശ്യം പറയുന്നുണ്ട് മെർക്കുറിയസിനെ പോലെ. ഇറ്റ് ഹാസ് ക്യൂർഡ് ലൂപ്പസ് എക്സിഡൻസ്, തൊലിയിലെ തടിപ്പുള്ള ഭാഗങ്ങളിൽ ദ്രവിച്ചു പോകുന്നത് പോലുള്ള ഒരവസ്ഥ, അതിനെ കാലിബൈക്ക് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ക്യൂർഡ് അൾസറേഷൻ ഓഫ് ദ ലിപ്പ്, ചുണ്ടുകളിലെ വ്രണങ്ങളെ. സ്വോളൻ പരോട്ടിഡ് ഈസ് ക്വൈറ്റ് എ കോമൺ ഫീച്ചർ ഇൻ ദ പ്രൂവിങ്. കഴുത്തിലെ ഗ്രന്ഥികളിൽ, പരോട്ടിഡ് ഗ്രന്ഥികളിൽ വീക്കം എന്നുള്ളത് കാലിബൈക്കിൻ്റെ പ്രൂവിങ്ങിൽ പലപ്പോഴും സാധാരണയായി കണ്ടുവന്നിരുന്നൊരു കാര്യമാണ്. ഇറ്റ് ഹാസ് ക്യൂർഡ് ഇമ്പറ്റിക്കോ, മുഖത്ത് ചെവന്ന തടിപ്പ്, കുട്ടികളിലും മറ്റുമൊക്കെ മുഖത്ത് ചെവന്ന തടിപ്പുണ്ടാകുന്നൊരവസ്ഥ. ഇത് വായിച്ച സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധുവായൊരു പെൺകുട്ടി, ഏതാണ്ട് എൻ്റെ പ്രായം, എന്നേക്കാൾ അല്പം മൂത്തതാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ വെക്കേഷൻ കാലത്തൊക്കെ പരസ്പരം വീടുകളിൽ പോയി നിൽക്കുകയും മറ്റൊക്കെ ചെയ്തിരുന്ന ഈ കുട്ടിക്ക് ചെറുപ്പം മുതലേ മുഖം ഇങ്ങനെ ചുവന്ന് തടിച്ച് ഇരിക്കും. ഒരുപാട് ചികിത്സകൾ ചെയ്തു, അത് തൽക്കാലം മാറും. അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വരും, പനി വരും, അങ്ങനെ അകപ്പാടെ കുഴപ്പത്തിലായിരുന്നു. ഞാനിത് വായിച്ച സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ പോയി. അപ്പോഴേക്കും അതിൻ്റെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന സമയമാണ്. ഒരുപാട് പ്രയാസം കൊണ്ട് അവർക്കുണ്ടായിരുന്നു. ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ഡോക്ടർ വാമനപ്പടിയാരുടെ അടുത്ത് കൊണ്ടുപോയി. അന്നത്തെ ചൊറ്റാനിക്കര മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ അനുജനാണ് അദ്ദേഹം. ഞാനോട്ട് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു 4-5 മാസത്തെ ചികിത്സ. കാലിബൈക്കാണോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചികിത്സയിൽ ആ അവസ്ഥ പൂർണ്ണമായിട്ടും മാറിപ്പോയി. സ്വാഭാവികമായ തൊലി മുഖത്ത് വന്നു. വളരെ സന്തോഷമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴും സുഖമായി തന്നെ ഇരിക്കുന്നു. ദ ടങ് ഈസ് സ്മൂത്ത്, ഷൈനി, സംടൈംസ് ക്രാക്ക്ഡ്. നാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്മൂത്താണ്, ഷൈനിയാണ്, ചില സമയത്ത് അത് വിണ്ട് കീറിയതുപോലെ ഉണ്ടാവും. ഇറ്റ് ഈസ് എസ്പെഷ്യലി ഒബ്സർവ്ഡ് ഇൻ ലോ ഫോംസ് ഓഫ് ഫീവർ ലൈക്ക് ടൈഫോയിഡ്. ടൈഫോയിഡ് പോലുള്ള മോശമായ പനിയുടെ അവസ്ഥകളിലാണ് ഈ നാവിൽ ഈ പ്രശ്നങ്ങൾ കാണുന്നത്. ദ ടങ് ഈസ് ഓഫൺ കോട്ടഡ്, തിക്ക് ആൻഡ് യെല്ലോ അറ്റ് ദ ബേസ്. നാവിൻ്റെ അടിയിൽ ബേസിൽ മഞ്ഞ നിറത്തിലുള്ള കട്ടിയുള്ള ആവരണം. പാപ്പിലർ റൈസ് ഓൺ ദ ഡോർസം ഓഫ് ദ ടങ് മേക്കിംഗ് ഇറ്റ് ലുക്ക് ലൈക്ക് സ്ട്രോബെറി ടങ്. സ്ട്രോബെറിയിൽ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ മുഴച്ചിരിക്കുന്നൊരവസ്ഥ, രസമൂലങ്ങളിങ്ങനെ മുളച്ച് വന്നിരിക്കുന്നൊരവസ്ഥ, അങ്ങനെ സ്ട്രോബെറി ടോങ്ങിൻ്റെ അവസ്ഥ വരുന്നു. എഗെയിൻ ദ ടങ് ഈസ് കോട്ടഡ് എ തിക്ക് ബ്രൗൺ, കട്ടിയുള്ള തവിട്ട് നിറത്തിലുള്ള കോട്ടിങ്ങും, മഞ്ഞ നിറം, തവിട്ട് നിറമൊക്കെ ഉണ്ട്. ദ പ്രൂവേഴ്സ് സീം ടു ബി മച്ച് അനോയ്ഡ് ബൈ എ സെൻസേഷൻ ഓഫ് എ ഹെയർ ഓൺ ദ ബേസ് ഓഫ് ദ ടങ്. പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് അനുഭവിച്ചിരുന്ന വലിയ കഷ്ടപ്പാടാണ്. നാവിൻ്റെ ബേസിൽ മുടി ഇരുന്നാലെന്ന പോലെ. ശരിക്കും മുടിയാണെങ്കിൽ നമുക്ക് എടുത്ത് കളയാം, എങ്കിൽ തന്നെ പ്രയാസം നോക്കാനും വരും. ഇത് എടുത്ത് കളയാനും പറ്റില്ല, ആ സെൻസേഷനാണ്. ഇറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ക്യൂർഡ് അൾസറേഷൻ ഓഫ് ദ ടങ് ഈവൻ വെൻ സിഫിലിറ്റിക് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ റെമഡി. നാവിൻ്റെ വ്രണങ്ങൾ, സിഫിലിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന നാവിൻ്റെ വ്രണങ്ങൾ, അത് സിഫിലിറ്റിക് ആണെങ്കിൽ പോലും കാലിബൈക്ക് വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ്.
അൾസേഴ്സ് ഡീപ്പ് ആസ് ഇഫ് പഞ്ച്ഡ് ഔട്ട് വിത്ത് സ്റ്റിങ്ങിങ് പെയിൻസ്. നമ്മൾ നേരത്തെ കണ്ടതാണ് വ്രണങ്ങളിങ്ങനെ ഒരു പഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ കുഴിഞ്ഞ മാതിരിയുള്ള വ്രണങ്ങൾ, വല്ലാതെ കുത്തുന്ന പോലുള്ള വേദനകൾ. ദർ ഇസ് ഗ്രേറ്റ് ഡ്രൈനെസ് ഓഫ് ദ മൗത്ത്, റോപ്പി സലൈവ ആൻഡ് മ്യൂക്കസ്. ഇതും ഒക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നൂല് പോലെ ഉമിനീര് വരുന്നു, വായിൽ വരേണ്ട അവസ്ഥ. അൾസേഴ്സ് എനിവെയർ ഇൻ ദ മൗത്ത്, ആഫ്റ്റർ സ്പാച്ചസ്, അൾസേഴ്സ് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത്, ഈവൻ വെൻ ദീസ് ആർ സിഫിലിറ്റിക്, ദിസ് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി. ആഫ്റ്റർ സ്പാച്ചസ് ചെറിയ സ്പോട്ടുകളിലുള്ള വ്രണങ്ങൾ, ഡ്രൈനെസ്, വായിൽ എവിടെ വേണമെങ്കിലും വ്രണങ്ങൾ വരാം. അത് സിഫിലിറ്റിക് ആയിട്ടുള്ള വ്രണങ്ങളാണെങ്കിൽ പോലും ഏറ്റവും അധികം ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്ന് എ മോസ്റ്റ് യൂസ്ഫുൾ റെമഡി, ദ മോസ്റ്റ് എന്നല്ല, എ മോസ്റ്റ്, ഏറ്റവും അധികം ഉപകരിക്കുന്ന പല ഔഷധങ്ങളിലും ഒന്ന്. ഡീപ്പ് പഞ്ച്ഡ് ഔട്ട് അൾസേഴ്സ്, നേരത്തെ പറഞ്ഞ തന്നെ. അപ്പോൾ കാലിബൈക്ക് സ്ഥിരമായിട്ട് കാണുന്നതാണ് പഞ്ച് ചെയ്ത പോലെ, കുഴിഞ്ഞ പോലുള്ളൊരു വ്രണങ്ങൾ. ദ ത്രോട്ട് സിംറ്റംസ് ആർ വെരി ന്യൂമറസ്. ഐ വിൽ ഓൺലി മെൻഷൻ എ ഫ്യൂ, ദ മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് വൺസ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട് ഇൻ ജനറൽ, പൊതുവെ തൊണ്ടയിൽ വീക്കം, തൊണ്ടയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും വീക്കം, ഇത് വളരെ പൊതുവായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അതൊരു ജനറൽ സിംറ്റമാണെന്ന് വേണമെങ്കിൽ പോലും പറയാം. ഇൻവോൾവിങ് ഓൾ ദ ടിഷ്യൂസ് ഇൻ ഇറ്റ്, തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടിഷ്യൂസിനെയും അത് ബാധിക്കും. എക്സ്റ്റെൻഡിങ് അപ് ടു ദ നോസ് ആൻഡ് ഡൗൺ ടു ദ ലാരിങ്സ്, ഈവൻ വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് അൾസറേഷൻ വിത്ത് കോപ്പിയസ് റോപ്പി മ്യൂക്കസ്. അപ്പോൾ സ്വനവേടകത്തിലേക്ക്, നാവിലേക്ക്, മൂക്കിലേക്ക് ഒക്കെ ഈ തൊണ്ടയിൽ നിന്നുള്ള ഈ വീക്കം അങ്ങ് നീണ്ടു വരാം. അതിനോടൊപ്പം വ്രണങ്ങളുണ്ട്, വളരെ ഉയർന്ന, വളരെ രൂക്ഷമായ തരത്തിലുള്ള വ്രണങ്ങളുണ്ട്. അതിൽ നിന്ന് ശക്തമായിട്ടുള്ള, ധാരാളമായിട്ടുള്ള നൂല് പോലെയുള്ള സ്രവങ്ങളുണ്ട്. ഇറ്റ് ക്യൂർഡ് ഡിഫ്തീരിയ എക്സുഡേഷൻ ഇൻ ദ ത്രോട്ട് വെൻ ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ദ ത്രോട്ട് ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ഹാസ് എക്സ്റ്റെൻഡ് ടു ദ ലാരിങ്സ്. അപ്പോൾ ഡിഫ്തീരിയയിൽ ഉണ്ടാകുന്ന പോലുള്ള സ്രവങ്ങൾ തൊണ്ടയിലുണ്ട്. ഇത് തൊണ്ടയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷെ ചിലപ്പോൾ ഇത് ലാരിങ്സിലേക്ക് പടരുകയും ചെയ്യാം. പുതിയ തൊണ്ടയിൽ ഒതുങ്ങി നിൽക്കുന്ന ആ ഒരു നിർവീക്കമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫ്തീരിയ പോലുള്ള സ്രവങ്ങളാണ് ലാരിങ്സിലേക്ക് ചിലപ്പോൾ വന്നിരിക്കാം. എ മാർക്ക്ഡ് ഫീച്ചർ ഓഫ് ദ കാലിബൈക്രോമിക്കൻ ത്രോട്ട് ഇസ് എഡിമാറ്റസ് വ്യൂല, കുറുനാവ് ഇങ്ങനെ വെള്ളം കെട്ടി വിങ്ങിയതുമായിരിക്കുന്ന അവസ്ഥ കാലിബൈക്കിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ലക്ഷണമാണ്. ദിസ് സിംപ്റ്റം ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ എപ്പിസ്, കാലിയഡേറ്റം, ലാക്സിസ്, മ്യൂറേറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ടാബ്. ഇത്തരം ഔഷധങ്ങളിൽ ഈ ലക്ഷണമുണ്ട്. എല്ലാം ഇറ്റാലിയസിലാണ് കൊടുത്തിരിക്കുന്നത്. എപ്പിസ്, കാലിയഡേറ്റം, ലാക്സിസ്, മ്യൂറിയാറ്റിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫറസ്, സൾഫ്യൂരിക് ആസിഡ്, ടാബ്. ഡീപ്പ് അൾസേഴ്സ് ഇൻ ദ ത്രോട്ട് ആൻഡ് അൾസേഴ്സ് ഇൻ ദ ടോൺസിൽസ്, തൊണ്ടയിലും ടോൺസിൽസിലും ആഴമേറിയ വ്രണങ്ങൾ. അൾസറേഷൻ സോ എക്സ്റ്റൻസീവ് ദാറ്റ് ഇറ്റ് ഹാസ് ഡിസ്ട്രോയ്ഡ് ദ വോൾ സോഫ്റ്റ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്സിനെ മൊത്തം നശിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വ്യാപകമായിട്ടുള്ള വ്രണങ്ങൾ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടോൺസിൽസ് വെൻ ദേ ആർ സ്വോളൻ ആൻഡ് വെരി റെഡ് വെൻ ദ നെക്ക് ഈസ് സ്വോളൻ. അപ്പോൾ തൊണ്ട വീക്കം, ടോൺസിൽസിന് വീക്കം, വല്ലാതെ വീങ്ങി വല്ലാതെ ചുവന്ന നിറത്തിലിരിക്കുന്നു. അപ്പോൾ തൊണ്ടയിൽ ചുവന്ന നിറവ് കാണുമ്പോൾ അത് ബെൽഡോണയാണ് എന്നങ്ങോട്ട് നിശ്ചയിച്ച് കളയുന്നൊരു രീതി ഒന്നും പാടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടോൺസിൽസ് വിത്ത് സൂപ്പറേഷൻ, തൊണ്ടയിലെ വീക്കം, അതിനോടൊപ്പം പഴുപ്പുമുണ്ട്. ഇൻ ദിസ് സോർ ത്രോട്ട് ദർ ഈസ് ക്വൈറ്റ് കോമൺലി എ ഷൂട്ടിംഗ് പെയിൻ എക്സ്റ്റെൻഡിങ് ദ ഇയേഴ്സ്. അപ്പോൾ ഈ സോർ ത്രോട്ട് വരുമ്പോൾ ഇതൊരു സവിശേഷതയാണ്, ചെവിയിലേക്ക് നീണ്ടു ചെല്ലുന്ന ഷൂട്ടിംഗ് പെയിൻസ്. ദർ ആർ ഓൾസോ എൻലാർജ്ഡ് വെയിൻസ് ഇൻ ദ ത്രോട്ട്, തൊണ്ടയിലെ വെയിൻസ് വിങ്ങിയിരിക്കുന്നു. ലൈക്ക് ദ സെൻസേഷൻ ഓഫ് ദ ടങ് ആസ് ഇഫ് ഹെയർ ഇൻ വേരിയസ് പ്ലേസ് ഇൻ ദ ഫോസസ് ആൻഡ് നോസ്, വായുടെ പല ഭാഗങ്ങളിലും മൂക്കിലും നാവിലും ഒക്കെ മുടി ഉള്ളതുപോലെ നമ്മൾ നേരത്തെ കണ്ടു. ഇത് വായുടെ എവിടെയും വരാം, മൂക്കിലും വരാം, തൊണ്ടയിലൊക്കെ വരാം. ഡ്രൈ ബേണിംഗ് സെൻസേഷൻ ഇൻ ദ ത്രോട്ട് ഈസ് വെരി കോമൺ. തൊണ്ടയിൽ വരണ്ട പൊള്ളുന്ന ഒരു തോന്നല് അത് വളരെ സാധാരണമാണ് കാലിബൈക്കിൽ. ക്വൈറ്റ് എ ക്യാരക്ടറിസ്റ്റിക് സിംപ്റ്റം ഓഫ് കാലിബൈക്രോമിക്കം ഈസ് ദ ഇന്റൻസ് പെയിൻ ഇൻ ദ റൂട്ട് ഓഫ് ദ ടങ് വെൻ പുട്ടിംഗ് ദ ടങ് ഔട്ട്. നാവ് പുറത്തേക്ക് നീട്ടുമ്പോൾ
നാവിൻ്റെ അടിവേരിൻ്റെ അവിടെ ശക്തമായ വേദന കാലിബൈക്കത്തിൻ്റെ വളരെ തനിമയുള്ളൊരു ലക്ഷണമാണ്, ക്യാരക്ടറിസ്റ്റിക് സിംറ്റമാണ്, തനിമയുള്ള ലക്ഷണം. ഇറ്റ് ഹാസ് മച്ച് എക്സിഡേഷൻ ഇൻ ദ ത്രോട്ട് ദാറ്റ് ഈസ് നോട്ട് ഡിഫ്തീരിയ ബട്ട് റിസംബ്ൽസ് ഇറ്റ്. ഡിഫ്തീരിയയെ പോലെ ഇരിക്കുന്നു, പക്ഷെ ഡിഫ്തീരിയ അല്ല. ആ തരത്തിൽ തൊണ്ടയിൽ നിന്നും സ്രവങ്ങൾ വളരെ അധികമായി വരുന്നു. ദ സ്റ്റൊമക് സിംറ്റംസ് ആർ ഓൾസോ വെരി ന്യൂമറസ്. ദർ ഇസ് അവേർഷൻ ടു മീറ്റ് ആൻഡ് സ്ട്രെയിഞ്ച് ടു സേ ഹി ക്രേവ്സ് ബിയർ. മാംസത്തോട് ഇഷ്ടക്കേട്, പക്ഷേ ബിയറിനോട് വലിയ ആർത്തി, ക്രേവിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ എന്താ സംഭവിക്കുക? വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല. അതേസമയം ബിയർ ചെറിയ അളവിലുള്ള, ചെറിയ പെർസെൻറ്റേജിലുള്ള ആൽക്കഹോൾ ആണെങ്കിലും ധാരാളമായി കുടിക്കുമ്പോൾ വയറാകെ കേടാകും. ഇറ്റ് വിച്ച് മേക്ക് ഹിം സിക്ക്, ബ്രിങ്സ് ഓൺ ഡയറിയ. അയാൾക്ക് കുഴപ്പമുണ്ടാക്കിയിട്ട് അയാൾ വയറിളക്കം ഉണ്ടാക്കും ഈ ബിയർ കൂടി. മാംസം ഒട്ട് കഴിക്കുന്നുമില്ല. അപ്പോൾ മാംസം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റേപ്പിൾ ഫുഡ്. ബാറിൽ കയറിയാൽ അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ വീട്ടിലിരുന്നാലും മാംസഭക്ഷണം നിർബന്ധമാണ് അവിടെ. സാധാരണഗതിയിൽ മാംസം കഴിക്കും. അപ്പോൾ മദ്യപിക്കുമ്പോഴാണെങ്കിലും സവിശേഷത കഴിക്കും. അപ്പം അങ്ങനെ മദ്യപിക്കുന്ന സമയത്താണ് മാംസം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മാംസം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, സാധാരണ ഒരു ആഹാരം, മദ്യത്തോടൊപ്പം കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കാതെ, ഈവൻ നട്ട്സോ അല്ലെങ്കിൽ സാലഡോ അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ പോലും അത് കഴിക്കാതെ മദ്യം മാത്രം അല്ലെങ്കിൽ ബിയർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ മാംസം ഒന്ന് മാത്രമായിട്ട് എടുക്കുന്നതിൽ കാര്യമില്ല. അപ്പം അതുകൊണ്ട് വയറിളക്കം ഉണ്ടാവും. ഫുഡ് ലൈസ് ലൈക്ക് എ ലോഡ് ഇൻ ദ സ്റ്റൊമക്ക്. ആഹാരം കഴിച്ചിട്ട് ദഹിക്കാതെ ഇങ്ങനെ ഒരു ഭാരം പോലെ ഇങ്ങനെ വയറ്റി കിടക്കും. ഡൈജഷൻ സീംസ് സസ്പെൻഡഡ്. ദഹനം സസ്പെൻഷനിലായി പോയി, ദഹനം നടക്കുന്നില്ല, നിർത്തിവെക്കപ്പെട്ടു. ദർ ഇസ് എ പ്രഷർ ആസ് ഓഫ് എ ലോഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് മച്ച് ഫെറ്റഡ് ഇറക്റ്റേഷൻ. അപ്പോൾ തിന്നത് ദഹിക്കുന്നില്ല, അപ്പോൾ തിന്നാക്കി ഇങ്ങനെ ലോഡ് പോലെ ഒരു ഭാരം പോലെ വയറ്റിങ്ങനെ കിടക്കും. എന്നിട്ട് എന്താണ്? പൊളിച്ചത് കെട്ടൽ. നോസിയ കംസ് ഓൺ വെരി സഡൻലി, sometimes while eating, soon after eating, vomits all food, and it is sore as if it had turned sour very rapidly. അപ്പോൾ ആഹാരം കഴിച്ച ഉടനെ ഓക്കാനം വരുന്നു, മനം പുരട്ടൽ വരുന്നു. ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരാം മനം പുരട്ടൽ. സൂൺ ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിച്ച ഉടനെ വരാം. കഴിച്ച ആഹാരം മുഴുവൻ ഇങ്ങനെ പുളിച്ചിട്ട് ചവർപ്പായിട്ട് അത് ശ്രദ്ധിച്ചു പോകാം. വളരെ വേഗം അത് ചവർക്കുന്നു വയറ്റിൽ കിടന്നിട്ട്. സോ ദാറ്റ് ദർ ഈസ് വോമിറ്റിംഗ് ഓഫ് സോർ അൺഡൈജസ്റ്റ് ഫുഡ്, ബൈൽ, ബിറ്റർ മ്യൂക്കസ്, ബ്ലഡ്, യെല്ലോ മ്യൂക്കസ് ആൻഡ് റോപ്പി മ്യൂക്കസ്. വെറുതെ ഭക്ഷണം ശ്രദ്ധിച്ചു പോയല്ല, കയ്പുള്ള കഫം, പിത്തരസം, ദഹിക്കാത്ത ആഹാരം, ചവർപ്പുള്ള ആഹാരം, മഞ്ഞ നിറത്തിലുള്ള കഫം, നൂല് പോലെ നീണ്ടുവരുന്ന കഫം ഒക്കെ അവിടെ ഉണ്ടാകാം. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ നോസിയ ആൻഡ് വോമിറ്റിംഗ് ഓഫ് ഡ്രങ്കാർഡ്സ് ആൻഡ് ബിയർ ഡ്രിങ്കേഴ്സ്. പൊതുവെ മദ്യപന്മാരിലും വിശേഷിച്ച് ബിയർ കുടിയന്മാരിലും ഉണ്ടാകുന്ന ഒക്കാനത്തിനും ഛർദിലിനും വളരെ നല്ല ഔഷധമാണ് കാലിബൈക്ക്. When a beer drinker has arrived at a point where he can no longer tolerate his beer, but it makes him sick, കാലിബൈക്കോമിക്കം ഈസ് എ യൂസ്ഫുൾ റെമഡി. ഒരു ബിയർ കുടിക്കാതെ ഉറക്കം കിട്ടാത്ത ഒരാൾക്ക്, ബിയർ കുടിയന് ബിയറിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലൊക്കെ അയാൾ എത്തി. ബിയർ കുടിക്കാൻ പറ്റില്ല, ബിയർ കുടിച്ചാൽ കുഴപ്പമാവും. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് കാലിബൈക്ക് ഉപയോഗിക്കാം. നേരത്തെ നക്സിൻ്റെ കാര്യം പറഞ്ഞ സമയത്തൊക്കെ മദ്യപന്മാരായ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തിരി നക്സോമിക്ക മദ്യത്തിൽ ചേർത്ത് കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നതിന് മുൻപ് പ്രിവെൻറ്റീവായിട്ടോ മദ്യം കഴിച്ച ശേഷമോ കഴിച്ചാൽ പോരെ, ഒന്ന് എഴുതുക അല്ലെങ്കിൽ വാങ്ങിത്താ, ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ബിയർ കുടിയന്മാരെ ഞാൻ കണ്ടിട്ടില്ല, എന്നോടങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഇത് മാത്രമല്ല, പല ഔഷധങ്ങളിലും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇൻ ദ സ്റ്റൊമക്ക് ദർ ഈസ് ഓൾസോ സോർനെസ് ആൻഡ് കോൾഡ്നെസ്. വയറ്റിലാകെ സോറാണ്, വേദനയും പ്രയാസമൊക്കെ ഉണ്ട്, നൊമ്പരമുണ്ട്, തണുത്തിരിക്കുന്നു, വയറ് തണുത്തിരിക്കുന്നു. ലാക്ക് ഓഫ് വൈറ്റൽ ഹീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദഹനത്തെയൊക്കെ ബാധിക്കുന്ന ഈ ഒരു അവസ്ഥയാണ്. ഒരു വേണ്ടത്ര ഒരു വൈറ്റൽ ഹീറ്റ്, പൊതുവേ ഒരു ചൂട്, ഹീറ്റ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ ദഹന പ്രക്രിയ നടക്കില്ല. ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ദ അൾസറേഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, ആൻഡ് വെൻ സച്ച് അൾസർ ഈസ് ക്യാൻസറസ് ഇറ്റ് റിലീവ്സ് ദ പെയിൻ, സ്റ്റോപ്പ് ദ വോമിറ്റിംഗ്, മേക്സ് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ ഫോർ എ ലോങ് ടൈം. അപ്പോൾ വയറിൽ വേദന വരുന്നു,
വ്രണങ്ങളുണ്ട്, ഛർദിയുണ്ട്, ആകെ പ്രയാസമുണ്ട്. ആ ഒരു അവസ്ഥയിൽ കാലിബൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഛർദിയെ അത് നിർത്തും, പ്രയാസങ്ങൾക്ക് ശമനം ഉണ്ടാകും. രോഗി കുറേ നേരം, കുറേ ലോങ് ടൈം, കുറേ സമയം ആൾ ആശ്വസിച്ചിരിക്കും, കംഫർട്ടബിളാകും. സൗഖ്യം ഉണ്ടാകുമെന്ന് പറയുന്നില്ല. അതിനർത്ഥം എന്താണ്? കാലിബൈക്ക് അത്തരം അവസ്ഥയിൽ ഒരു പാലിയേറ്റീവ് ആണെന്ന് അർത്ഥം. അതായത് പറയുന്നത്, ഇൻ അതർ വേർഡ്സ് ഇറ്റ് പാലിയേറ്റ്സ് ഹിം. ദർ ആർ സം പെയിൻസ് ഇൻ ദ സ്റ്റൊമക്ക് ദാറ്റ് ആർ അമീലിയറേറ്റഡ് ബൈ ഈറ്റിംഗ്. ആഹാരം കഴിക്കുമ്പോൾ ശമനം കിട്ടുന്ന ചിലതരം വേദനകളും കാലിബൈക്കിലുണ്ട്. നോസിയ സംടൈംസ് ഈസ് അമീലിയറേറ്റഡ്. ചിലപ്പോൾ ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഓക്കാനത്തിനും ശമനം ഉണ്ടാകും. ബട്ട് സച്ച് ഈസ് ദ എക്സെപ്ഷൻ. പക്ഷെ അതൊരു എക്സെപ്ഷൻ, അതൊരു റൂളല്ല. ഇറ്റ്സ് എൻ എക്സെപ്ഷൻ. ചില കേസുകളിൽ എക്സെപ്ഷനായിട്ട് വരാം. അപ്പോൾ അത് കണ്ടുകൊണ്ട് അത് കാലിബൈക്ക് അല്ല എന്ന് വിചാരിക്കേണ്ട എന്നേ അവിടെ അർത്ഥമാക്കുന്നുള്ളൂ. ഹി ഹാസ് ഫെയിൻനെസ് ഇൻ ദ സ്റ്റൊമക്ക് വിച്ച് ഡ്രൈവ്സ് ഹിം ടു ഈറ്റ് ഓഫൺ. അപ്പോൾ വയറ് കാലിയായിട്ട് ഫെയിൻ്റായി പോകുന്നൊരവസ്ഥ, അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കാൻ തോന്നും. ഇങ്ങനെ പലരും ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. വിശപ്പ് എന്താണെന്നറിയാതെ ഈ ഫെയിൻ ഫീലിംഗ് മാത്രമുള്ള ആളുകൾ പല ഔഷധങ്ങളുണ്ട്, നക്സിലുണ്ട്, പല പല ഔഷധങ്ങളുണ്ട്. അവർക്ക് വിശപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ ഫെയിൻ ഫീലിംഗ് വരുമ്പോൾ അവർ കഴിക്കും. അത് വരുമ്പോൾ വീണ്ടും കഴിക്കും. കുറേശ്ശെ കഴിക്കുള്ളൂ, പക്ഷെ അത് കഴിക്കണം, അല്ലെങ്കിൽ അവർ തലകറങ്ങി വീണു പോകും. ക്രോണിക് കാറ്റാർ ഓഫ് ദ സ്റ്റൊമക്ക് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ആൻഡ് പെർഹാപ്സ് എ കണ്ടീഷൻ ദാറ്റ് ഈസ് ജനറലി പ്രസൻറ്റ് വിത്ത് കാലിബൈക്രോമിക്കം പേഷ്യൻസ്. കാലിബൈക്കിൻ്റെ ഒരു ജനറലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, വയറ്റിലുള്ള ക്രോണിക് ആയിട്ടുള്ളൊരു കാറ്റാറൽ കണ്ടീഷൻ, കഫം ഉണ്ടാകുകയും അത് ഛർദ്ദിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കാലിബൈക്ക് പേഷ്യൻറ്റിൻ്റെ വളരെ ശക്തമായൊരു സ്വഭാവമാണ്. പൊതുവേ ജനറലി കാലിബൈക്ക് പേഷ്യൻറ്റിൽ ഈ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജനറൽസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിലും നമുക്ക് അങ്ങനെ പരിഗണിക്കാവുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് എൻ്റെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് ആണെങ്കിൽ പോലും മെൻ്റൽ സിംറ്റംസ് ഇല്ലാത്തൊരു ഔഷധം ആയിരുന്നു അന്ന് എങ്കിൽ പോലും കാലിബൈക്കിൻ്റെ പ്രാധാന്യത്തിലേക്കാണ് ഇതൊക്കെ വില ചൂണ്ടുന്നത്. കാലിബൈക്കിൻ്റെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുക, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങളെ അത് പ്രാപ്തരാക്കും. ഇതുപോലുള്ള ഇനിയും ധാരാളം ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത 2-3 എപ്പിസോഡുകളിൽ നമുക്കതുകൂടി ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.